ഹായ് കൂട്ടുകാരെ, സ്റ്റഡി വിത്ത് മഹിമ പൗർണമിയുടെ അടുത്തൊരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അമെൻമെന്റ്സ് പറ്റി പഠിച്ചു അല്ലേ? നമ്മൾ വീക്കിലി തൊഴിൽ വാർത്തയ്ക്കകത്തുള്ള കണ്ടന്റ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഒരു പേജ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത പേജ് സുപ്രധാനമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യം ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി എന്നാ വന്നത്? 1951 വന്നത്. ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി 1951 വന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം, സ്വത്തിലുള്ള അവകാശം എന്നിവയെ സംബന്ധിക്കുന്ന മൗലിക അവകാശങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി ഭരണഘടനയിൽ 9ാം പട്ടികയിൽ കൂട്ടിച്ചേർത്തത് എന്താണ്? ഈ പറയുന്ന ഒന്നാം ഭേദഗതിയിലൂടെയാണ്. 9ാം പട്ടിക കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? അത് ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്തതും ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? ഒന്നാം ഭരണഘടനാ ഭേദഗതിയാണ്. അറിഞ്ഞു വെച്ചേക്കുക. അപ്പൊ ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി എന്നാണ്? 1951. എന്താണ് പ്രത്യേകത? അഭിപ്രായ സ്വാതന്ത്ര്യം, സ്വത്തിലുള്ള അവകാശം എന്നിവയെ സംബന്ധിക്കുന്ന മൗലിക അവകാശങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനായി ഭരണഘടനയിൽ 9ാം പട്ടിക കൂട്ടിച്ചേർത്തു, 9ാം ഷെഡ്യൂൾ കൂട്ടിച്ചേർത്തു. അതുപോലെ എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എന്താണ് നിയന്ത്രണം? എപ്പോഴാണ്? അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതും ഏത് ഭേദഗതിയാ? ഒന്നാമത്തെ ഭേദഗതിയാണ്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടന്റ് 7ാമത്തെ ഭേദഗതിയാണ്. എന്താണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് 1956 7ാമത്തെ ഭേദഗതി കേട്ടോ. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇത് പ്രകാരം രൂപീകരിച്ചു. ഹൈക്കോടതിയുടെ അധികാര പരിധി കേന്ദ്രഭരണ പ്രദേശത്തിലേക്ക് കൂടി വ്യാപിപ്പിച്ചു. 2ഓ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതു ഹൈക്കോടതി സ്ഥാപനം വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു. അപ്പൊ 7ാമത്തെ ഭരണഘടനാ ഭേദഗതി 1956, നമ്മുടെ സംസ്ഥാന പുനർസംഘടന 1956 ആ സമയത്താണ് 7ാം ഭേദഗതി വന്നത്. എന്താ പറഞ്ഞത്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനെ പറ്റിയാണ് 7ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നത്. ഇത് പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ടായി. മാത്രമല്ല, ഹൈക്കോടതിയുടെ അധികാര പരിധി എങ്ങോട്ടുകൂടെ വ്യാപിച്ചു? കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിച്ചു. 2ഓ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതു ഹൈക്കോടതിയുടെ സ്ഥാപനം വ്യവസ്ഥ ചെയ്യുകയും 7ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്താണ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി അടുത്ത 9ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. 9ാമത്തെ ഭരണഘടനാ ഭേദഗതി വന്നത് 1960. ഓക്കെ, 1960 9ാമത്തെ ഭരണഘടനാ ഭേദഗതി വന്നത്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി തർക്കം സംബന്ധിച്ചിട്ടുള്ള കരാറുകൾ അനുസരിച്ച് ബെരൂബാറി യൂണിയൻ എന്ന പ്രദേശം പാകിസ്ഥാന് കൈമാറാൻ വ്യവസ്ഥ ചെയ്തു. അപ്പൊ 9ാമത്തെ ഭേദഗതി എന്താണ് ചെയ്തത്? 9ാമത്തെ ഭേദഗതി 1960 വന്നത്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി തർക്കം സംബന്ധിച്ചുള്ള കരാർ അനുസരിച്ച് ബെരൂബാറി എന്ന യൂണിയൻ ആർക്ക് കൊടുത്തു? പാകിസ്ഥാന് കൈമാറാൻ വ്യവസ്ഥ ചെയ്തത് ഏത് ഭേദഗതിയാണ്? 9ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. 1960 വന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് 10ാമത്തെ ഭേദഗതി. 10ാം ഭേദഗതി 1961 വന്നത്. എന്താ പറഞ്ഞത്? ദാദ്ര നഗർ ഹാവേലി എന്നീ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനോട് ചേർത്തു. ദാദ്ര നഗർ ഹാവേലി എന്നീ പ്രദേശങ്ങൾ എവിടെ ചേർത്തു? ഇന്ത്യൻ യൂണിയനിൽ ചേർത്തു. ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ച്? 10ാം ഭേദഗതി 1961 അനുസരിച്ച്. ഓക്കെ, ഇനി 12ാം ഭേദഗതി എന്താണ്? 1962. രണ്ടിൽ തന്നെ 10 എന്ന് പറയുമ്പോൾ 61, 12 എന്ന് പറയുമ്പോഴത്തേക്ക് 62. ഓക്കെ, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനോട് ചേർത്തത് 12ാമത്തെ ഭേദഗതിയോട് കൂടിയാണ്. ഓക്കെ, ഇനി 14ാം ഭേദഗതിയും 1962 തന്നെയാണ്. ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളായിട്ടുള്ള പോണ്ടിച്ചേരി കേട്ടോ, ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളെ പോണ്ടിച്ചേരി എന്ന പേരിൽ ഇന്ത്യൻ യൂണിയനോട് ചേർക്കാൻ വ്യവസ്ഥ ചെയ്തത് 14ാമത്തെ ഭേദഗതിയിലാണ്. അതും 1962, മറക്കണ്ട.
ഇനി 15-ാം ഭേദഗതി 1963 ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62 ആക്കിയത്. ഏതാണ്? 15-ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62 ഉയർത്തിയത് ഏതാണ്? 15-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഓക്കെ അല്ലേ? ഇനി 21-ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്നാണ്? 1967 21-ാമത്തെ ഭരണഘടനാ ഭേദഗതി വന്നത് 1967 ഭരണഘടനയുടെ 8-ാം പട്ടികയിൽ ഭേദഗതി വരുത്തി 15-ാമത്തെ ഭാഷയായിട്ടുള്ള സിന്ധിയെ ഉൾപ്പെടുത്തി. അപ്പൊ 21-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയിൽ സിന്ധി ഭാഷ ഉൾപ്പെടുത്തിയത്. ഏത് വർഷമാണ്? 1967. ഓക്കെ അല്ലേ? ഇനി അടുത്ത 24-ാമത്തെ ഭേദഗതി 71 വന്നത്. 1971 24-ാമത് ഭരണഘടനാ ഭേദഗതി വന്നത്. ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് പറയുന്ന ഭേദഗതിയാണ് 24-ാമത്തെ ഭേദഗതി കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചേക്കുക. 24-ാം ഭേദഗതി 1971 പ്രത്യേകത എന്താണ്? ഭരണഘടനയുടെ 3-ാം ഭാഗം, അതായത് 3-ാം ഭാഗത്തുള്ള നമ്മുടെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടെയുള്ള ഏത് ഭാഗവും നമ്മുടെ എന്താണ് ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് പറയുന്ന ഭേദഗതി, അങ്ങനെ അധികാരം കൊടുത്ത ഭേദഗതിയാണ് 24-ാമത്തെ അമെൻമെന്റ് 1971. ഓക്കെ. ഇനി 1971 തന്നെയാണ് 26-ാമത്തെ ഭേദഗതി വന്നത്. എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ മുൻ നാട്ടുരാജ്യങ്ങളെ ഭരണാധികാരികൾ നൽകിയിരുന്ന അംഗീകാരം എടുത്തുകളയുകയും പ്രിവി പേഴ്സ് നിർത്തലാക്കുകയും ചെയ്തു. പ്രിവി പേഴ്സ് എന്ന് പറയുന്ന സംവിധാനം നിർത്തലാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 26-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 1971. ഓക്കെ അല്ലേ? അങ്ങനെ എന്താണ്? പ്രിവി പേഴ്സ് നിർത്തലാക്കിയ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത 29-ാമത്തെ ഭേദഗതിയാണ്. 26 കഴിഞ്ഞു, ഇനി 29 29-ാമത്തെ ഭേദഗതി 1972 വന്നത്. 1972 29-ാം ഭരണഘടനാ ഭേദഗതി വന്നത്. കേരളത്തിൽ 2 ഭൂപരിഷ്കരണ നിയമങ്ങൾ ഭരണഘടനയുടെ 9-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 29-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കേട്ടോ. ഓക്കെ. ഇനി 35-ാമത്തെ ഭരണഘടനാ ഭേദഗതി ഉണ്ട്. അത് 1974 വന്നത്. 35-ാം ഭരണഘടനാ ഭേദഗതി 1974 വന്നത്. സിക്കിമിന് എന്താണ്? അസോസിയേറ്റ് സംസ്ഥാനം എന്ന പദവി കൊടുത്തത് 35-ാം ഭരണഘടനാ ഭേദഗതിയാണ്. സിക്കിമിന് എന്താണ്? അസോസിയേറ്റ് സംസ്ഥാനം എന്ന പദവി കൊടുത്തത് 35-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളതാണ് 36-ാമത്തെ ഭേദഗതി. അത് 1975 വന്നത് കേട്ടോ. 35, 36 അടുപ്പിച്ചുള്ളതാണ് പഠിക്കണം. 36-ാമത്തെ ഭേദഗതി 1975 ഇന്ത്യയുടെ 22-ാമത്തെ സംസ്ഥാനമായിട്ട് ആര് മാറി? സിക്കിം മാറി. സിക്കിം എന്ന് പറയുന്ന സ്റ്റേറ്റിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന 2 അമെൻമെന്റ്സുകളാണ്. ഏതൊക്കെ? 35, 36. 35 എന്താ ചെയ്തത്? അസോസിയേറ്റ് സംസ്ഥാന പദവി കൊടുത്തു. 36 എന്താണ്? അതിനെ ഒരു സംസ്ഥാനമാക്കി മാറ്റി. എത്രാമത്തെ സംസ്ഥാനം? 22-ാമത്തെ സംസ്ഥാനം കേട്ടോ. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരെണ്ണമാണ് 44-ാം ഭേദഗതി. 44-ാം ഭേദഗതി എന്താണ്? മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവകാശത്തെ എടുത്തു കളഞ്ഞത് ഏത് പ്രകാരമാണ്? നമ്മുടെ 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഏത് വർഷം? 1978 44-ാമത്തെ അമെൻമെന്റ് വന്നത് കേട്ടോ. എന്താണ്? സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ് അതിനെ നിയമാവകാശമാക്കി മാറ്റിയത് 44-ാമത്തെ ഭേദഗതിയിലൂടെയാണ്. ഓക്കെ അല്ലേ? അത് മാത്രമല്ല, അടിയന്തരാവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്ന 352-ാം അനുച്ഛേദത്തിൽ ആഭ്യന്തര കലാപം എന്നതിന് പകരം സായുധ വിപ്ലവം എന്നാക്കി മാറ്റിയതും 44-ാമത്തെ ഭേദഗതിയാണ്. എന്താണ്? അടിയന്തരാവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്ന 352-ാം നമ്പർ ആർട്ടിക്കിളിലെ ആഭ്യന്തര കലാപം എന്ന് പറയുന്ന സാധനത്തിന് പകരം സായുധ വിപ്ലവം എന്ന് ആഡ് ചെയ്തത് 44-ാമത്തെ അമെൻമെന്റിലാണ്. ഓക്കെ. ഇനി അടുത്തത് 52 നമുക്ക് പഠിക്കാനുള്ളത്. 52-ാമത്തെ ഭേദഗതി 1985. ഓക്കെ. 1985 52-ാമത്തെ അമെൻമെന്റിനെ പറ്റിയാണ് അടുത്ത പഠിക്കാൻ പോകുന്നത്.
കൂറുമാറ്റ നിരോധന നിയമത്തിന് സാധുത നൽകി. കൂറുമാറ്റ നിരോധന നിയമം ഇമ്പോർട്ടൻ്റ് ആണ്. കൂറുമാറ്റ നിരോധന നിയമത്തിന് സാധുത നൽകിയ അമെൻമെന്റ് ഏതാണ്? 52ാമത്തെ അമെൻമെന്റ് ആണ്. ഓക്കെ, ഭരണഘടനയിൽ 10ാം പട്ടിക കൂട്ടിച്ചേർത്തത് ഏത് അമെൻമെന്റിലാണ്? അതും 52ലാണ്. ഓക്കെ, അതുപോലെ എന്താണ് പാർലമെന്റ് നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ അയോഗ്യതയെ പറ്റി പറയുന്നതും 52ാമത്തെ അമെൻമെന്റ് ആണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയാ 52ൽ പറഞ്ഞത്? കൂറുമാറ്റ നിരോധന നിയമത്തെ പറ്റി അല്ലെങ്കിൽ അതിന്റെ സാധുതയെ പറ്റി പറയുന്നുണ്ട്. ഭരണഘടനയിൽ 10ാമത്തെ പട്ടിക കൂട്ടിച്ചേർത്തു. പിന്നെ പാർലമെന്റ് നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ അയോഗ്യതയെ പറ്റി പറയുന്നതും 52ാമത്തെ അമെൻമെന്റ് ആണ്. ഓക്കെ, എന്നാ വന്നത്? 1985. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് 61ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 61ാമത്തെ ഭേദഗതി 1989ലാണ് വന്നത്. ലോകസഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള വോട്ടിംഗ് പ്രായം 21ൽ നിന്ന് 18 വയസ്സാക്കി കുറച്ചത് 61ാമത്തെ ഭേദഗതിയാണ് കേട്ടോ. 61ാം ഭേദഗതി 1989ലാണ് വന്നത്. ലോകസഭയിലേക്കും നിയമസഭയിലേക്കുള്ള ഇലക്ഷന് വോട്ട് ചെയ്യാനുള്ള പ്രായം 21ൽ നിന്ന് 18 ആക്കിയത്. ഇതൊക്കെ PSC മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 21ൽ നിന്ന് 18 ആക്കിയ ഭേദഗതി ഏതാണ്? 61ാമത്തെ ഭേദഗതിയാണ്. ഓക്കെ, ഇനി അടുത്തത് 65ാമത്തെ ഭേദഗതി. 65ാമത്തെ ഭേദഗതി വന്നത് 1990ലാണ്. 1990ലെ 65ാം ഭേദഗതി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് രൂപം നൽകിയത് ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? 65ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പൊ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് രൂപം നൽകിയത് ഏത് ഭേദഗതിയാണ്? 65ാം ഭേദഗതിയാണ്. ഒരു കമ്മീഷനിൽ ഒരു ചെയർമാനും ഒരു വൈസ് ചെയർമാനും മറ്റ് 5 അംഗങ്ങളും ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നതും 65ാം ഭേദഗതിയിലാണ്. ഓക്കെ അല്ലേ? ഇനി അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളതാണ് 69ാമത്തെ ഭേദഗതി. 69ാം ഭേദഗതി 1991ലാണ് വന്നത്. 1991ലാണ് 69ാം ഭരണഘടനാ ഭേദഗതി വരുന്നത് കേട്ടോ. അപ്പൊ ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി ഡൽഹിക്ക് നൽകിയത് 69ാം ഭേദഗതിയാണ്. ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി ഡൽഹിക്ക് നൽകിയത് 69ാം ഭേദഗതിയാണ്. 70ാം ഭേദഗതി എന്താ പറയുന്നത്? 70ാം ഭേദഗതി ദേശീയ തലസ്ഥാന പ്രദേശമായിട്ടുള്ള ഡൽഹിയെയും കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരിയെയും സംസ്ഥാനം എന്ന പദവിക്ക് അർഹമാക്കിയത് 70ാം ഭരണഘടനാ ഭേദഗതിയാണ്. വന്നത് 1992ലാണ്. 70ാം ഭരണഘടനാ ഭേദഗതി വന്നത് അല്ലെങ്കിൽ അമെൻമെന്റ് വന്ന എന്നാണ്? 1992ലാണ്. ദേശീയ തലസ്ഥാനമായ പ്രദേശങ്ങളായിട്ടുള്ള ഡൽഹിയെയും കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരിയെയും സംസ്ഥാനം എന്ന പദവിക്ക് അർഹമാക്കിയത് 70ാം ഭേദഗതിയാണ്. ഓക്കെ, ഇനി 71ാം ഭേദഗതി. 71ാം ഭേദഗതി 1992 തന്നെയാണ്. അപ്പൊ 1992ലെ 71ാം ഭേദഗതി എന്തുവാ പറയുന്നത്? കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ 3 ഭാഷകൾ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ കൂട്ടിച്ചേർത്തു. എന്താണ്? കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകളെ 71ാം ഭരണഘടനാ ഭേദഗതിയിൽ ഈ പറയുന്ന ഭേദഗതിയിലൂടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി? 71ാം ഭേദഗതി 1992. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഒരു 71 വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നേരെ അത്രയും തന്നെ നമുക്ക് അടുത്ത പാർട്ടി പഠിക്കാനുണ്ട്. ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് കുറേച്ചേ നിങ്ങൾക്ക് തരുന്നുള്ളൂ. ഇത്രയും പക്കയായിട്ട് പഠിക്കുക, ഇത്രയും പക്കയായിട്ട് കേട്ടങ്ങ് പഠിക്കുക, കേട്ട് റിപ്പീറ്റ് ആയിട്ട് കേട്ട് പഠിക്കുക. നോട്ടിൽ നിങ്ങൾക്ക് അറിയാത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം ഒരു കീവേഡ് പോലെ എഴുതി പോവുക. എസ്സേ കണക്ക് ആരും നോട്ട് എഴുതരുത്. കീവേഡ് അല്ലേ നിങ്ങൾക്ക് ഓർത്തെടുക്കാനായിട്ട് എളുപ്പത്തിന് കീവേഡായിട്ട് എഴുതുക കേട്ടോ. അപ്പം നമ്മുടെ ഡയമണ്ട് ബാച്ചിലെ ക്ലാസ്സുകളെ പറ്റി ഞാൻ അടുത്തൊരു വീഡിയോ പറഞ്ഞുതരാം. കുറേ പേർക്ക് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ.